തച്ചമ്പാറ ദേശബന്ധു സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകാൻ അനുയോജ്യമല്ലാത്ത വാഹനത്തിന്റെ ഡോറാണ് അടർന്നു വീണതെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഡോർ അടർന്നു വീണ വാഹനം മോട്ടോർ വാഹന വകുപ്പിന് മുന്നിൽ ഹാജരാക്കാതെ മാറ്റി നിർത്തിയെങ്കിലും GPS ഉപയോഗിച്ച് ട്രേസ് ചെയ്തു പിടിച്ചു. പാലക്കാട് കൊപ്പത്ത് വെച്ചാണ് വാഹനം പിടിച്ചെടുത്തത്. ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനത്തിൽ കുട്ടികളെ കയറ്റി ഓടിച്ചു എന്നതിൽ ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് CC ചെയ്തതായും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മണ്ണാർക്കാട് മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ PM രവികുമാർ പറഞ്ഞു. പഠിപ്പെടുത്തുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഇവരുടെ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി ഓടുന്ന എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്കായിട്ട് ഫിസിക്കലായിട്ട് പ്രസന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പാലക്കാട് ജോയിന്റ് RTO പാലക്കാട് RTO മുജീബ് സാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സാറിപ്പറന്ന് പോയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ 6 വാഹനങ്ങൾ ഇവിടെ ഹാജരാക്കുകയുണ്ടായി. ആ വാഹനത്തിലെ മെക്കാനിക്കലും ഫിസിക്കലുമായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ നമ്മൾ പരിശോധിക്കുകയായിരുന്നു. ആക്ച്വലി കഴിഞ്ഞ 18-ാം തീയതി മുതൽ ഈ 18-ാം തീയതി മുതൽ ജൂൺ 2-ാം തീയതി വരെ നമ്മൾ മണ്ണാർക്കാട് താലൂക്കിലെ എല്ലാ സ്കൂൾ വാഹനങ്ങളും പരിശോധനയ്ക്കായി ഹാജരാക്കാൻ നമ്മൾ പലതരത്തിലുള്ള നിർദ്ദേശം എല്ലാ സ്കൂളുകളിലേക്കും താലൂക്കിൻ്റെ കീഴിലുള്ള എല്ലാ സ്കൂളിലേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പരിശോധന അവസാനിപ്പിക്കുന്നത് ജൂൺ 2-ാം തീയതിയാണ്. അതിനുശേഷം ഏതൊക്കെ വാഹനങ്ങൾ നമ്മൾ പരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടില്ല, ഏതൊക്കെ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളാണ് അത് എന്നുള്ള കണക്കുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 3-ാം തീയതി മുതൽ ഞങ്ങൾ റോഡ് ഇറങ്ങി വാഹന പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് 4-ാം തീയതി ഇങ്ങനൊരു ഭീതിജനകമായൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിശോധന. തുടർന്ന് ഇത്തരം പരിശോധനകൾ ഇനിയിപ്പോൾ നമ്മൾ ഈ പരിശോധനയ്ക്ക് ഹാജരാക്കാത്ത വാഹനം അറ്റൻഡ് ചെയ്യാത്ത ഡ്രൈവർമാർ ഉള്ള സ്കൂളുകളെ കണ്ടെത്തിയിട്ട് അവരുടെ വാഹനങ്ങൾ ഞങ്ങൾ സ്കൂളിൽ പോയി പരിശോധിക്കും. അല്ലെങ്കിൽ അല്ലാത്ത അവസരത്തിൽ വിളിച്ചു വരുത്തി പരിശോധിക്കുന്ന നടപടികളിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. സ്കൂളിലെ മറ്റു വാഹനങ്ങളും പരിശോധന നടത്തി. ഗുരുതരമായി തകരാർ വന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് റദ്ദു ചെയ്യുമെന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നും വന്ന വീഴ്ച പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും MVI പറഞ്ഞു.